Dear students, നമ്മൾ നോക്കുന്നത് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ തന്നെ ബാക്കിയായിട്ട് വരുന്ന പ്രൊജക്റ്റ് ഷെഡ്യൂളിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾ ഇല്ലാതെ നമുക്കൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊജക്റ്റ് നടക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രൊജക്റ്റ് ഫുള്ളി നമ്മൾ പ്ലാൻ ചെയ്യണം. സോ ഈ ഒരു പ്രൊജക്റ്റ് സ്കെഡ്യൂൾ ഫുള്ളായിട്ടുള്ള പ്രൊജക്റ്റ് സ്കെഡ്യൂൾ ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് മാനേജർക്ക് അത് ആ എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കോസ്റ്റും റിസോഴ്സസും എത്രത്തോളം വരും എന്നതിനെക്കുറിച്ചൊരു ധാരണ ഈ മാനേജർക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ഷെഡ്യൂളിങ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിൽ നമ്മൾ പഠിച്ചു, നമ്മൾ ചെയ്യുന്നത് റിസോഴ്സ് അലോക്കേഷനാണ്. ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ അലോക്കേഷനാണ് നമ്മൾ നെറ്റ്വർക്കിൽ ചെയ്യുന്നത്. സോ പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ എത്ര അളവിൽ റിസോഴ്സസ് ആവശ്യമുണ്ട് എന്ന് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങിൽ. ഓക്കെ, അതിൽ നമുക്ക് ഷെഡ്യൂളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഷെഡ്യൂളിംഗ് ടെക്നിക്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടെക്നിക്കുകൾ ഏതാണ്? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആൻഡ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, ദാറ്റ് ഇസ് CPM ആൻഡ് PERT. അത് തന്നെയാണ് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ച് പഠിക്കുന്ന CPM ആൻഡ് PERT തന്നെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് ടെക്നിക്കിലെ മെയിൻ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് കൂടി ഉണ്ട്, അതാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്, നമുക്ക് ഡയഗ്രാം ഒന്നും വരയ്ക്കേണ്ട. ആ ഒരു രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. അപ്പോൾ എന്താണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്? ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ CPM മെത്തേഡ് യൂസ് ചെയ്യുമ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷനാണ്, നമുക്ക് ആ ഒരു സ്പെസിഫിക് ഡ്യൂറേഷനിലേക്ക് പ്രൊജക്റ്റിനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ദാറ്റ് ഈസ് അൺഎബിൾ ടു ബ്രിങ് ദ പ്രൊജക്റ്റ് ഷെഡ്യൂൾ ടു എ സ്പെസിഫിക് ഡ്യൂറേഷൻ. അതൊരു ലിമിറ്റേഷനാണ്. ആ ഒരു ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? It can be done by adjusting overlaps between activities or by reducing activities duration. അതായത് രണ്ട് ആക്ടിവിറ്റികളിൽ ഓവർലാപ്പ് ചെയ്തു പോകുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്കിവിടെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ടു റെഡ്യൂസ് ദ ഒറിജിനൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഡിറ്റർമൈൻഡ് ഫ്രം ദ critical path analysis to meet a specific deadline with the least cost. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പം ലീസ്റ്റ് കോസ്റ്റിൽ മിനിമം ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ CPMൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ, നമുക്ക് ഈ ഒരു ടൈം ഡ്യൂറേഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫിൽ നമുക്കത് മുന്നേ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, so reducing project duration can be done by adjusting overlapping between activities or by reducing activities duration. ഇപ്പോൾ രണ്ട് ആക്ടിവിറ്റീസ് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ട്രേഡ് ഓഫ് ചെയ്യാൻ പറ്റുന്നു വിത്ത് മിനിമം കോസ്റ്റ്, വിത്ത് ലീസ്റ്റ് കോസ്റ്റ്. അതുകൊണ്ടാണ് അതിനെ ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് എന്നൊരു പേരിൽ വന്നത്. Then we can see what are the terms related with this time cost trade off. അതിൽ ഫസ്റ്റ് ടേമാണ് നോർമൽ ടൈം. ഇറ്റ് ഈസ് എ മിനിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി അറ്റ് നോർമൽ കോസ്റ്റ്. സാധാരണ കോസ്റ്റിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മിനിമം ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ ടൈം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ക്രാഷ് ടൈം ആണ്. ഇറ്റ് ഈസ് ദ മിനിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി. ക്രാഷ് ടൈം എന്ന് പറയുമ്പോൾ മിനിമം ടൈം, നമ്മൾ നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ നോർമൽ കോസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രാഷ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല, മിനിമം ടൈം റിക്വയർഡ്. ദെൻ ആക്ടിവിറ്റി കോസ്റ്റ്, ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പെർഫോമിങ് ആൻഡ് കംപ്ലീറ്റിംഗ് എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ ടാസ്ക്. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിവിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നോർമൽ കോസ്റ്റ്, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ഡയറക്റ്റ് കോസ്റ്റ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ആൻ ആക്ടിവിറ്റി ഇൻ നോർമൽ ടൈം. നോർമൽ ടൈമിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ക്രാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് കോസ്റ്റ് ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ആൻ ആക്ടിവിറ്റി വിത്തിൻ എ ക്രാഷ് ടൈം. ദ ക്രാഷ് ടൈം മീൻസ് മിനിമം ടൈമാണ്. ആ ടൈമിൽ നമുക്കൊരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്, the cost slope indicates the additional cost incurred
per unit of time saved in reducing the duration of activity. അപ്പം അതൊരു സ്ലോപ്പാണ് അല്ലേ, സ്ലോപ്പ് തന്നെയാണ്. അഡീഷണൽ കോസ്റ്റ് ഇൻക്വയർഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ഓരോ യൂണിറ്റ് ഓഫ് ഓരോ ടൈമിനും നമ്മൾ സേവ് ചെയ്ത ഓരോ ടൈമിനും നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻക്വയർ ചെയ്തേക്കുന്ന കോസ്റ്റാണ് എന്ത്, ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ദെൻ ആക്ടിവിറ്റി ക്ലോസ് സ്ലോപ്പ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒരു ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് എന്ന് പറയും. ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് ഓർ ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് പ്രോബ്ലത്തിന് മുന്നേ നമുക്ക് സ്റ്റെപ്പ് പറയുന്നതിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയർ പ്രോബ്ലം ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് പറയുന്നതായിരിക്കും. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. എ പ്രോജക്റ്റ് ഹാസ് ആക്ടിവിറ്റീസ് വിത്ത് ദ ഫോളോയിങ് നോർമൽ ആൻഡ് ക്രാഷ് ടൈം ആൻഡ് കോസ്റ്റ്. നമുക്ക് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ദെൻ പ്രിഡിസസർ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, നോർമൽ ടൈം, ക്രാഷ് ടൈം, നോർമൽ കോസ്റ്റ്, ക്രാഷ് കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്, ഡിറ്റർമൈൻ എ ക്രാഷ് സ്കീം ഫോർ ദ എബവ് പ്രോജക്റ്റ് സോ ദാറ്റ് ദ ടോട്ടൽ പ്രോജക്റ്റ് ടൈം ഈസ് റെഡ്യൂസ്ഡ് ബൈ 3 weeks. 3 weeks ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്രാഷ് സ്കീമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ പ്രോജക്റ്റിൻ്റെ ടൈം 3 ആഴ്ച കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ക്രാഷ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ഹാസ് മിനിമം ഇൻക്രിമെൻറ്റൽ കോസ്റ്റ് ഓഫ് ക്രാഷിംഗ്. In the event of multiple critical paths, an activity from each such path is to be chosen. Of the various combinations available, then the one with the least cost is selected. In particular, it may be economical to select activities that are common to 2 or more critical paths. In each case, the crashing is done for one-time unit by a day if the activity times are given in days. നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡയഗ്രാം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രിഡിസസർ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മളിവിടെ ഡയഗ്രാം വരച്ചു. ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രിട്ടിക്കൽ പാത്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റത്തെ പാത്ത് ഏതാണ്, 1, 2, 3, 5, 7, 8 എന്ന് പറയുന്ന ഒരു പാത്ത്. ദെൻ സെക്കൻഡ് പാത്ത് എന്ന് പറയുന്നത് 1, 2, 4, 6 and 8 രണ്ട് പാത്താണ് നമുക്കുള്ളത്. സോ വി ക്യാൻ സി ദർ ആർ 2 paths ഫോർ ദ നെറ്റ്വർക്ക്. പാത്ത് 1 എന്ന് പറയുന്നത് ABDF ആൻഡ് അതിൻ്റെ ടൈം എത്രയാണ് 4, 5, 6 and 5. അത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 20 weeks എന്ന് കിട്ടും. സെക്കൻഡ് പാത്ത് ACEGH ആണ്, അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 25 weeks കിട്ടും. സോ മാക്സിമം അതിൻ്റെ രണ്ട് പാത്തുണ്ട്, അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 25 ആണ്. അതേതാണ് പാത്ത്, നമ്മുടെ സെക്കൻഡ് പാത്താണ്, അതായത് AC ഈ ഒരു പാത്താണിത്. ഓക്കെ, അപ്പോൾ 25 എന്ന് നമുക്ക് കിട്ടി. സോ പാത്ത് 2 is critical path and the critical activities ACEGH. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, BDF ആണ്. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, it is given that the normal time of activity A is 4 weeks while its crash time is 3 weeks. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുകയാണ് ചെയ്യേണ്ടത്. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ നോർമൽ ടൈം എന്ന് പറയുന്നത് 4 ആണ്, പക്ഷെ ക്രാഷ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. സോ hence the time of activity can be reduced by 1 week if the management is prepared to spend an additional amount. But the time cannot be reduced by more than 1 week even if the management is ready to spend more money. അപ്പം എ എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റീനെ സംബന്ധിച്ചതിൻ്റെ നോർമൽ ടൈം എന്ന് പറയുന്നത് 4ഉം ക്രാഷ് ടൈം എന്ന് പറയുന്നത് 3യുമാണ്. അപ്പം നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഇൻക്വയറി ചെയ്താൽ നമുക്ക് ആ ഒരു 1 വീക്കിന് നമുക്ക് കുറയ്ക്കാം. പക്ഷേ 1 വീക്കേ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ക്രാഷ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. അതിൽ കുറവ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. The normal cost of this activity is 8,000 whereas the crash cost is 9,000. It indicates the crashing of activity A will cost management extra of 1,000 rupees. Likewise, we can work out the crash cost per unit of time for the other activities also. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റീൻ്റെ നോർമൽ കോസ്റ്റ് 8,000, ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത് 9,000 ആണ്. അപ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ട് അവർ പേ ചെയ്യേണ്ട വരുന്നത്, അതായത് 4 വീക്ക് എന്നുള്ളത് 3 വീക്കിലേക്ക് ആക്കുമ്പോൾ അവർ എക്സ്ട്രാ പേ ചെയ്യേണ്ട വരുന്നത് എത്രയാണ്, 1,000 rupees ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ആ ഒരു നോർമൽ ടൈമും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ക്രാഷ് ടൈം എല്ലാം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ ടൈം, നമുക്ക് എൻക്വയറി ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്,
ടൈമും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ടൈമും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അങ്ങനെയാണ് ഈ ഒരു കോളം, ഈ 3 കോളം എക്സ്ട്രാ വന്നിരിക്കുന്നത്. ദെൻ സീ ദിസ് 9,000 മൈനസ് 8,000, 1,000, 20,000 മൈനസ് 600. അതങ്ങനെയാണ് ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ആണ് ഈ ഒരു കോളത്തിൽ ചെയ്തിരിക്കുന്നത്. ദെൻ നോർമൽ കോസ്റ്റ് മൈനസ് ക്രാഷ് ടൈം ആണ് നമ്മൾ ഈ ഒരു കോളത്തിൽ ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ പെർ യൂണിറ്റ് ടൈം ആണ്, ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. A critical activity can be delayed without delaying the execution of whole project. But if the critical activity is delayed, it will delay the whole project. Due to this, we have to select a critical activity for crashing. We want to choose one of the following: A, C, E, G, H, the crash cost per unit time. അപ്പോൾ നമുക്ക് അറിയാം ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നമുക്ക് എത്രയുണ്ട്? A, C, E, G, H ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ക്രാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം വർക്ക്സ് ഔട്ട് ആസ് ഫോളോസ്. ₹1000 ആയിരുന്നു എയ്ക്ക്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും A, C, E, G, H ആണ്. A, C, E, G ആൻഡ് H ആണ്. അപ്പം എയുടേത് 1000 ആണ്. ദെൻ സിയുടേത് 1000, അഗെയിൻ 1000, ഇയുടേത് 2000, ജിയുടേത് 6000 ആൻഡ് എച്ചിൻ്റെത് 3000 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മിനിമം കോസ്റ്റ് ആണ്, അത് നമ്മൾ മനസ്സിൽ വെക്കണം. ദെൻ നമ്മൾ നോക്കാം. അപ്പം നമുക്കത് എന്താണ് നമുക്ക് കിട്ടി. സോ മിനിമം എമംഗ് ദീസ് നമ്മൾ ഈ ഒരു 5 ആക്ടിവിറ്റീസിൻ്റെ എടുത്തു. അതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 1000 ആണ്. 1000 3 എണ്ണത്തിനുണ്ട്, എ സി ഇക്കുണ്ട്. Okay, then so we want to choose an activity with ₹1000 as crash cost per unit of time, but there is a time. അപ്പം നമുക്കറിയാം എ സി ഇ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ആർബിട്രറി എടുക്കാതെ അത് ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. എ ആണ് നമ്മൾ ക്രാഷിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം എ സെലക്ട് ചെയ്തു. എയിന് നമ്മൾ ഒരു വീക്ക് നമ്മൾ ഈ ഒരു ₹1000 നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീക്ക് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വി റെഡ്യൂസ് ദ ടൈം ഓഫ് എ ബൈ 1 വീക്ക്. അങ്ങനെ ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കുന്നു, നമുക്ക് വീണ്ടും അതിൻ്റെ ടൈം ഡ്യൂറേഷൻ മാറി വരുന്നുണ്ട് അല്ലേ. അപ്പം എ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരുന്നു ആദ്യം? ഇവിടെ 4 ആയിരുന്നു, അതെന്തായി 3 ആയി മാറി. ദെൻ റിവൈസ്ഡ് പാത്ത് നമ്മൾ ആ ഡ്യൂറേഷൻ പിന്നെ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പാത്തിൻ്റെത് 19 വീക്സ് ആകും, സെക്കൻഡ് പാത്തിൻ്റെത് 24 വീക്സ് ആകും. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പാത്ത് 1ൻ്റെത് 19 വീക്സ് എന്നും പാത്ത് 2ൻ്റെ 24 വീക്സ് എന്നും കിട്ടി. അതായത് ആ ഒരു 25 നേരത്തെ കിട്ടിയ 25 നിന്നും 1 വീക്ക് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര കുറയ്ക്കണം? ശരിക്കും നമുക്ക് 3 വീക്സ് ആണ് കുറയ്ക്കേണ്ടത്. 1 വീക്ക് കുറഞ്ഞു, ഇനിയും 2 വീക്സ് നമുക്ക് കുറയ്ക്കാനുണ്ട്. എഗെയിൻ നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പാത്ത് 2 തന്നെയാണ് എന്ത് വരുന്നത്? ക്രിട്ടിക്കൽ പാത്തായിട്ട് വരുന്നത്. സോ എ സി ഇ ജി തന്നെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ എടുത്തു, എ നമ്മൾ ക്രാഷ് ചെയ്തു. എയിൻ്റെ നമുക്ക് ഏറ്റവും ക്രാഷ് ടൈം എന്ന് പറയുന്നത് തന്നെ 3 വീക്കാണ്, അതിൽ കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്തതിനെ ചൂസ് ചെയ്യുകയാണ്. നമ്മൾ സിയിനെ, സിഒ ഇഒ ഉണ്ട്, രണ്ടിനും ₹1000 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സിയിനെ ക്രാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ സിയുടെ 1 വീക്ക് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സിയുടെ 1 വീക്ക് കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെ C4 ആയിരുന്നു, എന്തായി? 3 ആയി മാറി. 3 ആയി മാറിക്കഴിഞ്ഞപ്പം നമ്മുടെ 24 എന്ന് പറയുന്നത് എന്താവും? ഓട്ടോമാറ്റിക്കലി 23 വീക്സ് ആകും. മറ്റേതിൽ മാറ്റമില്ല, കാരണം അതിങ്ങനെ പോകുന്നതാണ്. അതിൽ ഒറ്റ തവണയേ മാറുള്ളൂ. ആ എ മാറിയപ്പോൾ മാത്രമാണ് നെക്സ്റ്റ് പാത്തിൽ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്ന ആ ഒരു പാത്തിൽ ഒരു വീക്കും കൂടെ കുറഞ്ഞ് 23 ആയി. Then, therefore, path 2 is critical. Again, path 2 is the critical path. Now, we cannot reduce the time for A and C further. Therefore, we want to consider E, G, H. ബാക്കിയുള്ള critical activities വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അതിൽ നമ്മൾ ഏതിന് ലീസ്റ്റ് എമൗണ്ടിനെ എടുക്കുന്നു? ദാറ്റ് ഈസ് ഇ. ഇനെ നമ്മൾ എടുക്കുന്നു. ദെൻ നമുക്ക് ₹1000 കൊടുത്തിട്ടാണ് നമ്മൾ ഇനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 5 ആയിട്ട് മാറും. ബൈ ദ ഗിവൻ കണ്ടീഷൻ വി ഹാവ് ടു റിഡ്യൂസ് ദ പ്രോജക്റ്റ് ടൈം ബൈ 3 വീക്സ്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 3 ആഴ്ച കുറയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ 3 ആഴ്ച കുറച്ചു. റെഡ്യൂസ് ദ ടൈം എ സി ആൻഡ് ഇ ബൈ 1 വീക്ക്. നമ്മൾ എയിൻ്റെതും സിയിൻ്റെതും ഇൻ്റെയും 1 വീക്ക് വെച്ച് കുറച്ചു. നമ്മുടെ പ്രൊജക്റ്റ് ടൈം എത്രയായി കിട്ടി? 22 വീക്സ് ആയിട്ട് നമുക്ക് കിട്ടി. എക്സ്ട്രാ എമൗണ്ട് റിക്വയർഡ് 3000. അപ്പോൾ ₹3000 മുടക്കിയാൽ നമുക്ക് 3 ആഴ്ച കുറയ്ക്കാൻ വേണ്ടി
പറ്റും. അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. നമുക്ക് ആ സ്റ്റെപ്സിലേക്ക് ഒന്നുകൂടി പോകാം. ഇതായിരുന്നു സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? ദ നെറ്റ്വർക്ക് ഈസ് റിവൈസ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ദ ക്രാഷ്ഡ് ആക്ടിവിറ്റി. ദ ക്രിട്ടിക്കൽ പാർട്സ് ആർ ഐഡൻറ്റിഫൈഡ് എഗെയിൻ. ദെൻ വി റിലാപ്സ് ടു ദ സ്റ്റെപ്പ് 1. ദിസ് പ്രോസസ് ഇസ് കണ്ടിന്യൂ ടിൽ നോ മോർ ക്രാഷിംഗ് ഓഫ് ദ പ്രോജക്റ്റ് ഇസ് പോസിബിൾ. നമ്മളിപ്പോൾ ഈ ചെയ്ത കാര്യം കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇപ്പോൾ 3 weeks എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ എസ്റ്റിമേറ്റഡ് ടൈം എന്ന് പറയുന്നത്. അത് എത്തുന്നോടെ വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആക്ടിവിറ്റീസിനെ ക്രാഷ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ദെൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ആക്ടിവിറ്റി എത്ര മിനിമം ക്രാഷ് ടൈം എത്രയാണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത്രേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എയിൽ തന്നെ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ ക്രാഷ് ഓൺലി 1 week. അതിൽ കൂടുതൽ നമുക്ക് ക്രാഷ് ചെയ്യാൻ പറ്റില്ല. Then last step, now we can determine the optimal project duration time corresponding to which the total cost is minimum. അപ്പം ടോട്ടൽ കോസ്റ്റ് മിനിമം കോസ്റ്റിൽ നമുക്ക് എത്ര ക്രാഷ് ചെയ്യാൻ പറ്റും? 3 weeks ക്രാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എത്ര വന്നു? 3000 rupees നമുക്ക് കോസ്റ്റ് വന്നു. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ലെവലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. So project allocation and leveling are both important parts of project management. Typically they are referred to as resource allocation and resource leveling എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നതെല്ലാം നമ്മുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റിസോഴ്സിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ദേ ബോത്ത് ഇൻവോൾവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ലേബർ, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ് എക്സെട്ര യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ. സോ നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ലെവലിംഗ് എന്താണെന്നാണ് നോക്കുന്നത്. സോ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സ് അലോക്കേഷൻ മീൻസ് ഡിറ്റർമൈനിങ് വിച്ച് റിസോഴ്സ് ആർ റിക്വയർഡ് ഫോർ വിച്ച് ആക്ടിവിറ്റി, ഡിസൈഡിങ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് നീഡഡ് ആൻഡ് മേക്കിംഗ് ഷുവർ ദേ ആർ അവൈലബിൾ വെൻ ദേ ആർ നീഡഡ്. ഇപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് ഒരു ആക്ടിവിറ്റിക്ക് നമുക്ക് ഏതൊക്കെ റിസോഴ്സസ് ആണ് ആവശ്യമുള്ളത്, അതിൻ്റെ എത്ര എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്, അത് എവിടെ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിച്ച് എവർ റിസോഴ്സസ് ദ പ്രോജക്ട് മാനേജർ അലോക്കേറ്റ്സ്, ഷീ മസ്റ്റ് എൻഷുർ ഷീ പ്രൊക്യൂർസ് ഇനഫ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ആൻഡ് ദേ ആർ അവൈലബിൾ ഡ്യൂറിങ് ദ ഡിസൈഡ് ടൈം. അപ്പം ഏതൊരു ആക്ടിവിറ്റി ഫ്ലുവൻ്റ് ആയിട്ട് നടന്നു പോകണമെങ്കിലും അതിൻ്റെ റിസോഴ്സസ്, ആ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് റിസോഴ്സസ് അറ്റ് ദ ടൈം അവൈലബിൾ ആയിരിക്കണം. ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി നിന്ന് പോകും. അപ്പോൾ അതാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആകണം അറ്റ് ദ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് അറ്റ് റൈറ്റ് ടൈം. അതാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ allocation of resources to various activity in such a manner that variation in resource requirement is minimized and the resource demand is evened out. അപ്പം ലെവലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് സമമാക്കുക എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്. അപ്പം ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റിക്ക് നമുക്ക് ഡിഫറെൻറ്റ് റിസോഴ്സസ് ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങൾ, ആ റിക്വയർമെൻറ്റ് നമ്മൾ മനസ്സിലാക്കി ആ റിസോഴ്സസിനെ നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ലെവലിംഗ് എന്ന് പറയുന്നത്. സോ റിസോഴ്സ് ലെവലിംഗ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ ബാലൻസ്ഡ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ടു മിനിമൈസ് ഫ്ലക്ച്വേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് യൂണിറ്റ്സ് പെർ പീരിയഡ്. അപ്പോൾ അതാണ് റിസോഴ്സ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ. ലെവലിംഗ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ ബാലൻസ്ഡ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ടു മിനിമൈസ് ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ്. ആവശ്യ അനുസരണം നമുക്ക് റിസോഴ്സസ് ഓരോ ആക്ടിവിറ്റീസിലേക്കും എത്തിച്ചു കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. So a balanced schedule typically serve as the most practical way of using resource. Various types of problem involved ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? റിസോഴ്സ് ലെവലിംഗ്, ലിമിറ്റഡ് റിസോഴ്സ് അലോക്കേഷൻ. The problem can be tackled with the help of critical path method. Then steps involved in leveling. ലെവലിംഗിൽ നമുക്കൊരു 4 സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് റിസോഴ്സ് റിക്വയർഡ്. നമുക്ക് ഏതൊക്കെയാണ് ആവശ്യം എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊക്യൂർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഫസ്റ്റ് വി ഷുഡ് ഐഡൻറ്റിഫൈ എ ലിസ്റ്റ് ഓഫ് റിസോഴ്സ് റിക്വയർഡ്. ദെൻ മേക്ക് എ പ്രൊഫൈൽ ഓഫ് ഈച്ച് ഓഫ് ദ റിസോഴ്സ്. ഓരോ റിസോഴ്സിൻ്റെയും പ്രൊഫൈൽ ഉണ്ടാക്കുക. ദെൻ ഡിറ്റർമൈൻ ദ പീരീഡ് ഓഫ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഡിമാൻഡ്. നമുക്ക് ഏത് സമയത്താണ് ഏറ്റവും അത് ആവശ്യമുള്ളത്, ഏത് സമയത്താണ് തീരെ ആവശ്യമില്ലാത്ത, അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ദെൻ alter the times of start and finish of non-critical activities in order of their highest flows and repeat their process. That is critical activity and non-critical activity ഉണ്ടെന്നറിയാം. അപ്പോൾ അത് രണ്ടും നമ്മുടെ പ്രൊജക്റ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീനെയും നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീനെയും ഡീൽ ചെയ്യാൻ പറ്റണം. ദെൻ we can see what are the steps for tackling the problem of limited resource. ഈ ഒരു ലിമിറ്റഡ് റിസോഴ്സസ് വരുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നു?
First one, the allocate resource to various activities serially through a network diagram. First നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോജക്റ്റിനെ നമ്മളൊന്ന് നെറ്റ്വർക്ക് ഡയഗ്രാം ആക്കി റെപ്രസെൻറ്റ് ചെയ്യുക. ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, അതിനുശേഷം നമ്മൾ അലോക്കേഷൻ കൊടുക്കുക. If there is a competition among the several activities for same resources, then give preference to activity having maximum float. അതായത് രണ്ട് ആക്ടിവിറ്റിക്ക് സെയിം റിസോഴ്സ് ആണ് നമുക്ക് ആവശ്യം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കൂടുതലുള്ളത്, അതായത് അർജൻറ്റായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റിക്ക് നമ്മൾ എന്ത് കൊടുക്കുക, പ്രിഫറൻസ് കൊടുക്കുക. Then if the float of competent activity appears to be equal, postpone the activity. അപ്പോൾ രണ്ട് ആക്ടിവിറ്റി നമ്മൾ ഫ്ലോട്ട് നോക്കുമ്പോൾ അതും സെയിം ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. Then finally, reschedule non-critical activities if possible to free the resources for scheduling critical activities. അപ്പോൾ അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഡിമാൻഡ് കൂടുതലുള്ള റിസോഴ്സസ് നമ്മൾ നോൺ ക്രിട്ടിക്കലിലേക്ക് കൊടുക്കുന്നതിന് പകരം ക്രിട്ടിക്കൽ ആക്ടിവിറ്റി സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, റീഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്.